അഴിമതി അതൊരു മാരക രോഗമായി സർവ മേഖലകളിലും കടന്നു ചെന്നിരിക്കുകയാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കോടികളുടെ അഴിമതിയാണ് നടന്നതും നടന്നുകൊണ്ടിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട നിരവധി കേസുകൾ ചില നേതാക്കന്മാർ ജയിലിൽ ഒക്കെ കിടപ്പുണ്ട്. അതിന്റെ അലയടികൾ കേരളത്തിലും വന്നു തുടങ്ങിയിട്ട് നാളുകളേറെയായി. ഇവിടെയും കോടികളുടെ അഴിമതി പല മേഖലകളിലും, പ്രത്യേകിച്ചും കോർപ്പറേഷനുകളിൽ, ബോർഡുകളിൽ, സഹകരണ ബാങ്കുകളിൽ തുടങ്ങി സർക്കാരിന്റെ പണം ഏതെല്ലാം വിധത്തിൽ എത്തപ്പെടുന്നുവോ അവിടെയെല്ലാം അതിന്റെ കൂടപ്പിറപ്പായ അഴിമതിയും കൂടെ എത്തുന്നുണ്ട്. ഇപ്പൊ അവസാനം ഒരു അഴിമതി കേസിനെതിരെ ആ അഴിമതി കേസിലെ പ്രതികൾ എന്ന് പറയുന്നത് ഒരാള് കേരള സംസ്ഥാന കശുവണ്ടി വികസന കോർപ്പറേഷന്റെ മുൻ ചെയർമാൻ ശ്രീ ചന്ദ്രശേഖരനും മറ്റൊന്ന് അതേ കോർപ്പറേഷന്റെ തന്നെ മാനേജിംഗ് ഡയറക്ടറായിരുന്ന ശ്രീ രതീഷുമാണ്. രണ്ടുപേരും കൂടെ ചേർന്ന് കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തിയെന്നാണ് CBIയുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയത്. ആ അഴിമതി കേസാണ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ചന്ദ്രശേഖരനും രതീഷും കൂടെ ചേർന്ന് ഹൈക്കോടതിയിൽ ഹർജി കൊടുത്തത്. ആ ഹർജിയാണ് ഹൈക്കോടതി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തള്ളിക്കളഞ്ഞത്. കശുവണ്ടി മേഖലയെക്കുറിച്ച് പറയുമ്പോൾ താഴെ കശുവണ്ടി മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾ സമ്പന്ന തൊഴിലാളികളല്ല, വളരെ താഴേക്കിടയിലുള്ള ജോലിക്കാരാണ് അവർ. പ്രത്യേകിച്ചും കശുവണ്ടി മേഖലയിൽ 90% തൊഴിലാളികളും സ്ത്രീകളാണ്. അവർ ഒരു 10%-ത്തോളമേ പുരുഷ തൊഴിലാളികൾ കാണും. അതും ഓഫീസ് സ്റ്റാഫ് വളരെ കുറവാണ്. മറ്റുള്ളവർ റോസ്റ്റിംഗ് എന്ന ട്രേഡ് കശുവണ്ടി വർക്കുന്ന സെക്ഷനിലും അതുപോലെ തന്നെ കൂളിംഗ് സെക്ഷനിലും, അതായത് തണുപ്പിക്കുന്ന സെക്ഷനിലും ആണ് പുരുഷ തൊഴിലാളികൾ പണിയെടുക്കുന്നത്. പിന്നെ മറ്റാട് ആയിട്ട് നിൽക്കുന്നതും ലോഡിംഗ് തൊഴിലാളികളെല്ലാം അത് മറ്റൊരു സെക്ഷനാണ്. ശേഷിക്കുന്ന 90%-ത്തോളം വരുന്ന തൊഴിലാളികളും സ്ത്രീ തൊഴിലാളികളാണ്. ആ സ്ത്രീ തൊഴിലാളികളെ 3-4 തരമായി തിരിച്ചിരിക്കുന്നു. അത് ഏറ്റവും താണ നിലവാരം പുലർത്തുന്ന തൊഴിലാളികളാണ് ഷെല്ലിംഗ് അല്ലെങ്കിൽ തല്ല് തൊഴിലാളികൾ. വറുത്ത് വരുന്ന കശുവണ്ടി അത് തല്ലി പരിപ്പാക്കുന്ന ജോലിയാണ് ഷെല്ലിംഗ് സെക്ഷനിലെ സ്ത്രീ തൊഴിലാളികൾക്കുള്ളത്. അതിന്റെ തൊട്ടുമുള്ള രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ പീലിംഗ് ആണ്. തല്ലി പാകമാക്കിയ പരിപ്പിന്റെ തൊലി കളയുന്നതിനെയാണ് പീലിംഗ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ ഗ്രേഡിംഗ് ആണ്, പാസ് എന്ന് പറയും. അതായത് കശുവണ്ടിയെ തരംതിരിക്കൽ. ആ ഗ്രേഡിങ്ങിൽ ജോലി ചെയ്യുന്ന സ്ത്രീ തൊഴിലാളികളാണ് ഈ 3 വിഭാഗത്തിലും അല്പം ഉയർന്ന നിലയിൽ ആണെന്ന് പറയപ്പെടുന്നത് തൊഴിൽ രംഗത്ത്. അപ്പോൾ ഈ സ്ത്രീ തൊഴിലാളിയുടെ വേഷം ഇപ്പോഴാണ് സാരിയിലേക്കും ചുരിദാറിലേക്കും മാറിയത്. മുൻപെല്ലാം ഒരു ലുങ്കിയും ഒരു ബ്ലൗസും ഒരു തോർത്തുമായിരുന്നു അവരുടെ വേഷം. തറയിൽ ഇരുന്നാണ് അവർ ജോലി ചെയ്യുന്നത്. ഇപ്പോഴായാലും അല്പസ്വല്പമൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. അപ്പൊ ഇത്രയും താഴേക്കിടയിൽ ജോലി ചെയ്യുന്ന കശുവണ്ടി തൊഴിലാളി രംഗത്ത്, കശുവണ്ടി ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്ന ഷെല്ലിംഗ് തൊഴിലാളിയെ, തല്ല് തൊഴിലാളികളുടെയൊക്കെ കൈ കണ്ടറിയാൻ, കയ്യിലൊക്കെ കറയുടെ അടയാളം കാണും. കാല് കണ്ടറിയാൻ, കാലിന്റെ പാദങ്ങളിലെ 4 വശവും കശുവണ്ടിയുടെ കറയുടെ നിറം കാണും. അപ്പൊ ഇത്രയും കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ പിച്ച ചട്ടയിൽ നിന്നാണ് ഈ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി ഈ 2 പേരും അവരോട് ചേർന്ന് നിൽക്കുന്ന ചില ഉദ്യോഗസ്ഥരും ചെയ്തിരിക്കുന്നത്. കോടികളുടെ അഴിമതിയാണ് CBI കണ്ടെത്തിയത്. അത് റദ്ദ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. ഹൈക്കോടതി അവരുടെ ഹർജി തള്ളി. ഈ 2 പേരിൽ ഒരാൾ കോൺഗ്രസിന്റെ ഒരു ഉന്നത നേതാവാണ്. കോൺഗ്രസിന്റെ
തൊഴിലാളി വിഭാഗമായ ഇന്ത്യൻ നാഷണൽ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് INTC-യുടെ സംസ്ഥാന പ്രസിഡന്റ് ഒക്കെ ആയിരുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ മറ്റു രംഗത്ത് അദ്ദേഹം നടത്തിയിട്ടുള്ള അഴിമതിയെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. അത് കോൺഗ്രസ്സുകാർക്ക് തന്നെ അറിയാം. അതങ്ങനെ ഇരിക്കട്ടെ. എന്തൊക്കെയായാലും അഴിമതി കേസ് റദ്ദ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി ഹൈക്കോടതി തള്ളിയത് ഒരു പ്രത്യാശ, അഴിമതിക്കെതിരെയുള്ള പോരാട്ടത്തിന് ഒരു പ്രത്യാശ നൽകുന്നുണ്ട്. അതേസമയം എടുത്തു പറയേണ്ടുന്ന മറ്റൊരു കാര്യം, CBI പ്രോസിക്യൂഷൻ അനുമതി ചോദിച്ചുകൊണ്ട് സർക്കാരിനെ സമീപിച്ചപ്പോൾ സർക്കാർ അതിന് അനുമതി നൽകിയില്ല എന്നുള്ളതും ഇവിടെ എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യമാണ്. ഇത്തരം അഴിമതികൾ കേരളത്തിൽ അഴിമതി നടത്താനുള്ള സൗകര്യം നിലനിൽക്കുന്നിടത്തോളം കാലം ഈ അഴിമതിയും തുടർന്നുകൊണ്ടേയിരിക്കും. അതിനൊരു മാറ്റം വരുത്തണമെന്ന് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇല്ല, ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് ഉത്തരം. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ പ്രതിനിധികൾ ബോർഡുകളിലും കോർപ്പറേഷനുകളിലും അതുപോലുള്ള മറ്റ് സർക്കാർ ഏജൻസികളിലും ബോർഡ് മെമ്പറായിരിക്കുമ്പോൾ അവരെല്ലാം കിട്ടാവുന്നിടത്തോളം കിട്ടാവുന്ന അവസരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അഴിമതി നടത്തുന്നുണ്ട്. ഇതിന് എന്നൊരു അവസാനം എന്നുള്ളത് എന്നെങ്കിലും ഒരു അവസാനം ഉണ്ടാകുമെന്ന് പ്രത്യാശിക്കല്ലാതെ മറ്റ് മാർഗങ്ങളൊന്നുമില്ല. എന്നെങ്കിലും ഈ അഴിമതികളെല്ലാം തുടച്ചു നീക്കപ്പെടുമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇന്നത്തെ പ്രോഗ്രാം ഇവിടെ പൂർത്തീകരിക്കാൻ ശ്രമിക്കുകയാണ്. നന്ദി, നമസ്കാരം.